1789 ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് നമ്മുടെ ഭരണഘടന ഊർജ്ജം സ്വീകരിച്ചിട്ടുണ്ട്. 1917 സോവിയറ്റ് വിപ്ലവത്തിൽ നിന്ന്. ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യമാണെങ്കിൽ സോവിയറ്റ് വിപ്ലവത്തിൽ ഭൂമി, സമാധാനം, അപ്പം എന്ന മുദ്രാവാക്യമാണ് പ്രധാനമായും രൂപപ്പെട്ടത്. സോവിയറ്റ് യൂണിയനിലെ പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന്, ബ്രിട്ടനിലെ പാർലമെൻറ്റിൽ നിന്ന്, അമേരിക്കയിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ നിന്ന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു സാർവദേശീയ മാനം നൽകുന്നതിൽ അംബേദ്കർ വഹിച്ച പങ്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അർത്ഥത്തിലാണ് അത് ഇന്ത്യൻ ഫാസിസത്തിന് ഏറ്റവും ഭയമുണ്ടാക്കുന്ന ഒന്നായിത്തീരുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖവും സത്യത്തിൽ മനുസ്മൃതിക്കെതിരെയുള്ള ഒരു വലിയ യുദ്ധപ്രഖ്യാപനമാണ്. കാരണം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു വാചകമാണ്, പക്ഷേ അതാണ് നമ്മുടെ ഭരണഘടനയുടെ നട്ടെല്ല് എന്ന് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്യം. വ്യത്യസ്ത ജാതികളിലും മതങ്ങളിലൊക്കെ പെട്ട് നിൽക്കുന്ന മനുഷ്യർ, അവരെ ചേർത്ത് നിർത്തുന്ന സാഹോദര്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്ന, അംബേദ്കർ പറയുന്നുണ്ട്, ഇന്ത്യ പോലുള്ള ഒരു ജാത്യാധിപത്യ രാജ്യത്ത് ജനായത്തം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്ര ശരീരത്തിൻ്റെ മേൽപ്പാളി മാത്രമാണ്. അതിൻ്റെ അടിയിലൊക്കെ കിടക്കുന്നത് ഈ ജാതി മേൽക്കോയ്മയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് നിതാന്തമായ ജാഗ്രത പുലർത്തുന്നില്ലെങ്കിൽ നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.